മെയിൻ ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ആ കുട്ടികളുടെ മോണ വളർച്ചയാണ്. 8 to 10 വയസ്സുള്ള കുട്ടികൾക്ക്, നിരതെറ്റി പല്ലുള്ള കുട്ടികൾക്ക് അവരുടെ പാരന്റ്സിന്റെ മെയിൻ കൺസേൺ ആണ് 13 വയസ്സിൽ ഒരു ഓർത്തോഡോണ്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഡെന്റിസ്റ്റിനെ കാണിക്കാൻ പറ്റുള്ളൂ പല്ല് ശരിയാക്കാൻ. അതിന് മുന്നേ തന്നെ ഓപ്ഷൻസ് ഉണ്ട്, ട്രീറ്റ്മെന്റ് പ്ലാനുകൾ ഉണ്ട് എന്നുള്ളത് പലർക്കും അറിയില്ല. അതിനെപ്പറ്റി നമുക്കൊന്ന് സംസാരിച്ചാലോ? നമ്മുടെ കൂടുതൽ മെജോറിറ്റി പാരന്റ്സിന്റെ വിചാരം 13 വയസ്സ് എന്ന് വെച്ചാൽ അവരുടെ മൈൽ സ്റ്റോൺ ആയിട്ട് കണക്കാക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് കുട്ടികളുടെ പാൽപ്പല്ലെല്ലാം കൊഴിഞ്ഞ് പെർമനന്റ് ആയിട്ടുള്ള പല്ലുകൾ, സ്ഥിരമായിട്ടുള്ള പല്ലുകൾ വരുന്ന സമയം എന്നിട്ടെല്ലാം നിരയാക്കിയിട്ട് കാര്യമുള്ളൂ എന്നുള്ള രീതിയിലാണ് ആൾക്കാർ ആ ഒരു ടൈം പീരീഡ് വരെ വെയിറ്റ് ചെയ്യുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിയുടെ പല്ലുകൾ നിരയിലാവാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ആ കുട്ടികളുടെ മോണ വളർച്ചയാണ്. ഈ മോണ വളർച്ച സംഭവിക്കുന്നത് കുട്ടികൾക്ക് 7 to 13 വയസ്സ് വരെയാണ് മേജർ ആയിട്ടുള്ള മോണ വളർച്ച സംഭവിക്കുന്നത്. കാരണം ഏതൊരു കുട്ടിയുടെ നമുക്ക് തന്നെ അറിയാം, എല്ലാവരുടെയും കുട്ടികളുടെ ഗ്രോത്ത് സ്പേർട്ട് എന്ന് പറയുന്നത് പ്രായപൂർത്തിയാവുന്ന ഒരു സമയത്ത് നമ്മുടെ കുട്ടികളൊക്കെ ഒരുപാട് വളർന്ന് അവരുടെ എല്ലാ ഫീച്ചേഴ്സിലും വ്യത്യാസങ്ങൾ വരെ നമ്മൾ കാണുന്നുണ്ട്. ആ ഒരു സമയത്ത് നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് എപ്പോഴും കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിരിക്കും, പ്ലസ് അതിന്റെ റിസൾട്ട് ഭയങ്കര വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ മേലത്തെ എല്ല്, മുകളിലുള്ള മാക്സില എന്ന് പറയുന്ന നമ്മുടെ എല്ലിന്റെ വളർച്ച വളരെ ഇടുങ്ങിയ വളർച്ചയായിട്ടാണ്, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള മോണ വളർച്ച ഇല്ലെങ്കിൽ അവിടെ എല്ലാ പല്ലുകൾക്കും വരാനുള്ള സ്പേസ് ഉണ്ടാവില്ല. അപ്പൊ പല്ലുകളെല്ലാം കൂടി വന്ന് സ്പേസ് ഇല്ലാണ്ട് നിരതെറ്റി വരും. അതുപോലെ തന്നെ ചില കുട്ടികൾക്ക് ഒരുപാട് താടി വളർച്ച, ഒരുപാട് താടിയല് മുന്നോട്ട് തള്ളിയിട്ടോ അല്ലെങ്കിൽ താടിയല് ഒരുപാട് ഉള്ളിലോട്ട് പോയിട്ടോ, ഇങ്ങനെ പല രീതിയിലുള്ള മോണയുടെ പ്രശ്നങ്ങൾ ട്രീറ്റ് ചെയ്യാൻ ഏറ്റവും ഐഡിയൽ ടൈം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ 7 to 13 to 14 ഇയേഴ്സ് ആണ്, ആണുങ്ങൾക്കാണെങ്കിലും പെൺകുട്ടികൾക്കാണെങ്കിലും. ആ സമയത്ത് വേണം ആദ്യമായിട്ട് നമ്മളൊരു ഓർത്തോഡോണ്ടിസ്റ്റിനെ മീറ്റ് ചെയ്യാൻ.